ഹായ് ഹലോ എല്ലാവർക്കും അനൂസ് വെച്ച് ക്ലബിൻ്റെ യൂറോപ്പ് സീരീസിൻ്റെ 15ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ലൗട്ടർബ്രുണ്ണൻ എന്ന വില്ലേജിലെ സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇന്ന് രാവിലെ നമ്മൾ ഇന്റർലേക്കനിലുള്ള ഈ ഹോസ്റ്റൽ റൂമിനോട് വിട പറയുകയാണ്. കഴിഞ്ഞ 2 ദിവസം നമ്മളിവിടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇവിടുന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഹോസ്റ്റൽ മിസ് ചെയ്യും എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇവിടുത്തെ ഇവരുടെ പെറ്റിനെ മിസ് ചെയ്തിട്ടോ. സെൻറ്റ് ബെർണാഡ് ബ്രീഡിൽ പെട്ടിട്ടുള്ള നല്ലൊരു അടിപൊളി ഡോഗായിരുന്നു. ഇവൻ്റെ ഒരു വീഡിയോ കൂടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അബദ്ധവശാൽ എങ്ങനെയോ അത് എപ്പോഴും ഡിലീറ്റ് ആയി പോയി. ശരിക്കും ആ വീഡിയോ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായേനെ. കാരണം ഇവൻ ഈ കാണുന്ന പോലെ അല്ല കേട്ടോ, ഭയങ്കര സൈസാണ്. നമുക്കത് ഈ ഫോട്ടോയിൽ അത്ര ക്ലിയർ ആവാത്തതാണ്. എന്തായാലും രാവിലെ തന്നെ നമ്മൾ റൂമിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് ലഗേജ് അവിടെ സ്റ്റോർ ചെയ്തു. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് ഗ്രിൻഡൻവാളിലേക്കാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തി ട്രെയിൻ ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് ഗ്രിൻഡൻവാൾ ഫസ്റ്റിലേക്കാണ്. ടോപ്പ് ഓഫ് അഡ്വഞ്ചർ എന്നുള്ള പേരിലാണ് ഗ്രിൻഡൻവാൾ ഫസ്റ്റ് അറിയപ്പെടുന്നത് തന്നെ. നമ്മളിവിടെ ട്രെയിൻ ഇറങ്ങി ഏകദേശം ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരെ അവിടേക്കുള്ളൂ. അത്യാവശ്യം മേഘാവൃതമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു അന്ന്. അപ്പോൾ മഴ പെയ്യാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് നമുക്ക് പണി തരുമോ എന്നുള്ളൊരു പേടിയിലാണ് നമ്മൾ നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഫസ്റ്റിലേക്ക് പോയ ഒരു ഗൊണ്ടോല റൈഡിലാണ്. അതിന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഒന്നുകിൽ നമുക്ക് ടിക്കറ്റ് നേരത്തെ ഓൺലൈനിൽ എടുത്തിട്ട് വരാം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എടുക്കാം. നമ്മൾ അവിടെ പോയിട്ടാണ് എടുത്തത്. നമുക്ക് 2 പേർക്ക് കൂടി വന്നത് 136 CHF ആണ്. ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഇവിടെ നിന്ന് ഫസ്റ്റിലേക്കുള്ള ഗൊണ്ടോല റൈഡ്, അങ്ങോട്ടും തിരിച്ചുള്ള റൈഡും, അതുപോലെ തന്നെ അവിടെയുള്ള ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി. അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെത്തി ഗൊണ്ടാല വരുന്നത് വെയിറ്റ് ചെയ്യാണ്. ഇഷ്ടം പോലെ ഗൊണ്ടാലാസ് ഉണ്ട് കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അധികം ക്യൂ ഒന്നും നിൽക്കേണ്ടി വരില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ കയറാം. അങ്ങനെ ഗൊണ്ടോലയിൽ കയറി നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം മുകളിലേക്ക് എത്താൻ ഒരു 20 മിനിറ്റോളം സമയമെടുക്കും. വളരെ പതുക്കെയാണ് കേട്ടോ ഗൊണ്ടോല പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാം. അപ്പുറത്തെ ലൈനിലൂടെ മുകളിലേക്ക് പോയി തിരിച്ചു വരുന്ന ഗൊണ്ടോലകളാണ് കാണുന്നത്. അപ്പോഴേക്കും മഴ ചെറുതായിട്ട് ചാറാൻ തുടങ്ങി. ചെറിയൊരു ടെൻഷനും തുടങ്ങി. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം മൂടിക്കെട്ടിയ അന്തരീക്ഷമാകും. അപ്പം നമ്മുടെ വ്യൂസിൻ്റെയൊക്കെ ആ ഒരു ഭംഗി മിസ്സാവുമെന്ന് ആലോചിച്ചിട്ട്. ഈ ഗൊണ്ടോലയിൽ മൾട്ടിപ്പിൾ സ്റ്റേഷൻസ് ഉണ്ട്. അതായത് ആദ്യത്തെ സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. 2ാമത്തെ സ്റ്റേഷനിൽ ആണ് നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുള്ളത്. പിന്നെ ഏറ്റവും 3ാമത്തെ സ്റ്റേഷനിലാണ് ഒരു ക്ലിഫ് വാക്ക് ഉണ്ട്. അവിടുന്ന് നല്ല അടിപൊളി വ്യൂസുമാണ്. അപ്പോൾ നമ്മൾ നേരെ ആദ്യം ലാസ്റ്റ് സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് 20 മിനിറ്റ് റൈഡ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. അത് എൻജോയ് ചെയ്യാൻ പറ്റും. എന്നിട്ട് തിരിച്ചു വരുന്ന വഴി നമുക്ക് ആ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ആക്ടിവിറ്റീസ് ചെയ്യാമെന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ പോയത്. അപ്പോഴേക്കും നല്ല മൂടൽമഞ്ഞ് വന്നു, നല്ല മഴ വന്നു. ഇറങ്ങാറാകുമ്പോഴേക്കും എന്താ ഉണ്ടാവുകയെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. നമ്മുടെ വ്യൂസൊക്കെ ഇത്തിരി മിസ്സായിട്ടോ, അത് ഇത്തിരി സങ്കടമായി. മഞ്ഞിങ്ങനെ വളരെ അടുത്ത് വന്നു തുടങ്ങി. നമ്മൾ ബെർണീന എക്സ്പ്രസ്സിൽ മഞ്ഞെടുത്ത് കണ്ടെങ്കിലും ഇപ്പം നമ്മൾ മഞ്ഞിലേക്ക് ഇറങ്ങാൻ പോവാണ്. അങ്ങനെ നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ ഇറങ്ങി. നല്ല തണുപ്പുണ്ടായിരുന്നു. മഴ ഒന്ന് പെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒന്ന് തോർന്നു. അപ്പോൾ ഇനി പെയ്യാതിരുന്ന കുറച്ച് രക്ഷപ്പെടാം. എന്നാലും ചെറിയ ചാറലുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഒരു പ്രധാന ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ ക്ലിഫ് വാക്കാണ്. അത് ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ക്ലിഫ് വാക്കിനാണ്. മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല മൂടൽമഞ്ഞ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് വ്യൂസൊക്കെ മിസ്സായിട്ടോ. ഇല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ നല്ല അടിപൊളി വ്യൂ ആണെന്നാണ് കേട്ടിട്ടുള്ളത്, നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതും. പക്ഷെ നമുക്ക് ആ വ്യൂ മിസ്സായി എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. ഇതെന്തായാലും നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതായത് ചെറിയൊരു പാലാണ്, അതിലൂടെ നമ്മളിങ്ങനെ നടന്നു പോവാണ്. മൊത്തം മെറ്റലോൺ ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പുറത്ത് ഇങ്ങനെ നിറയെ പാറകളൊക്കെ ഉണ്ട്. ഹൈറ്റ്സ് പേടിയുള്ളവർക്ക് പോലും ഒരു പേടിയില്ലാതെ നടക്കാം. കാരണം അത്രയും സേഫാണ്. അങ്ങനെ വീഴു പോവോ എന്നുള്ള പേടിയൊന്നും വേണ്ട. നല്ല ഹൈറ്റിലൂടെയാണ് നമ്മൾ നടക്കണമെന്ന് ഇപ്പം തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ മൂടൽ മഞ്ഞും കൂടി ഇല്ലെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആയെന്നെ.
ഈ സൈഡിലൊക്കെയുള്ള കല്ലുകളുണ്ട്, നല്ല കൂർത്ത കല്ലുകൾ തന്നെയാണ്. ഇതിങ്ങനെ ഉണ്ടാക്കാൻ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടാവും എന്നാണ് ആലോചിച്ചത്. എന്തായാലും കുറേ നേരം അതിലൂടെ നടന്നതിന് ശേഷം നമ്മളൊരു ബ്രിഡ്ജിലേക്ക് കയറുകയാണ്. ചെറുതായിട്ട് ബ്രിഡ്ജ് ഒന്ന് ആടുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ മുന്നിലുള്ള ആൾക്കാർ ഇങ്ങനെ പേടിച്ചിട്ടാണ് നടക്കുന്നുണ്ടായിരുന്നത്. പാലക്കാട് മലമ്പുഴയിലുള്ള തൂക്കുപാലത്തിലൂടെ നടന്ന നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ വെറും ജുജുബിയായിരുന്നു. അങ്ങനെ ഇവിടുന്ന് നമ്മൾ പോകുന്നത് ആ ദൂരെ കാണുന്ന ആൾക്കാർ നിൽക്കുന്ന ആ സ്ഥലത്തേക്കാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രധാന വ്യൂ പോയിന്റ്. ഈ കാണുന്ന വഴികളിലൂടെയൊക്കെയാണ് നമ്മൾ നടന്നു വന്നത്. നമ്മൾ നേരെ പോകുന്നത് വ്യൂ പോയിന്റിലേക്കാണ്. ഇന്ന് എത്രത്തോളം വ്യൂ ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. എന്തായാലും അവിടെ പോയി 2 ഫോട്ടോസ് എടുക്കാമെന്ന് മാത്രം വിചാരിച്ചു. ഇതായിരുന്നു നമ്മുടെ വ്യൂ. ഒന്നും പറയണ്ട, എന്തായാലും ഫോട്ടോസ് എടുത്തു നമ്മൾ. തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിലുണ്ടല്ലോ, ഇതുപോലുള്ള വ്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അതാണ് നമുക്ക് മിസ്സായതെന്ന് ആലോചിച്ചപ്പോൾ ചെറിയൊരു സങ്കടമുണ്ട്. പക്ഷെ വേറെ വഴിയൊന്നുമില്ല, സങ്കടപ്പെട്ടിരിക്കാനേ നിവൃത്തിയുള്ളൂ. എന്തായാലും ആ വിഷമം തീർക്കാൻ 1-2 ഫോട്ടോസും വീഡിയോസും കൂടി എടുത്ത് നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. ആ കാണുന്ന അവിടെയാണ് ഇത്രയും നേരം നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നത്. ഇനി ഇവിടെ മറ്റൊരു വ്യൂ പോയിന്റ് കൂടി ഉണ്ട്. നമ്മൾ നേരെ അങ്ങോട്ടാണ് നടക്കുന്നത്. നമ്മുടെ യൂറോപ്പ് ട്രിപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവിച്ച ദിവസം ഇന്ന് തന്നെയായിരിക്കും. ഒന്നാമത് മഞ്ഞുണ്ട്, മഴയുണ്ട്, എല്ലാം കൂടി നല്ല അടിപൊളി തണുപ്പായിരുന്നു. എന്തായാലും നമ്മൾ ഇവിടെ എത്തി. ഇവിടെയും കാഴ്ചയ്ക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല മൂടൽമഞ്ഞായിരുന്നു. തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഇവിടുത്തെ അവസ്ഥ ഇതുപോലെയാണ് ഇരിക്കുക ഏകദേശം. ഇത്ര മഴയും തണുപ്പൊക്കെ ഉണ്ടെങ്കിലും ഇവിടെയുള്ളവർ ക്ലീനിങ്ങിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നതെന്ന് നോക്കിയാൽ മനസ്സിലാവും. അവരിപ്പോഴും അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടോ നല്ലൊരു ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കുടിച്ചതിന് ശേഷമാണ് പിന്നീട് അവിടെ നിന്ന് ഇറങ്ങിയത്. കുറേ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. കാരണം നല്ല തണുപ്പായിരുന്നു പുറത്ത്. മഴയും പെയ്യാൻ തുടങ്ങി. മഴ പോകുന്നവരെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തു. നമ്മൾ തണുപ്പ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇത്രയും തണുപ്പ് ശരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്ര തണുപ്പായിരുന്നു. മഴയും കൂടിയും പെയ്തുകൊണ്ടായിരിക്കും. അങ്ങനെ തണുത്ത് മരവിച്ചിരിക്കുകയാണെങ്കിലും അതിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം ഉണ്ടായി. മറ്റൊന്നുമല്ല, നമുക്ക് സ്നോഫോൾ കിട്ടി. അത് നല്ല കിടിലൻ സ്നോഫോൾ തന്നെയായിരുന്നു. നമ്മൾ കാശ്മീർ പോയ സമയത്ത് സ്നോഫോൾ കിട്ടിയിട്ടില്ല എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങളുടെ ലൈഫിലെ ഫസ്റ്റ് സ്നോഫോൾ ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതുവരെ നമുക്കുണ്ടായിരുന്ന തണുപ്പൊക്കെ ഒരു നിമിഷം പമ്പ കിടന്ന അവസ്ഥയായിരുന്നു. എന്തായാലും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. മഴ പെയ്തതിൻ്റെ സങ്കടമൊക്കെ ഉണ്ടെങ്കിലും അത് കാരണം സ്നോഫോൾ കാണാൻ പറ്റിയതിൻ്റെ സന്തോഷത്തിലാണ് നമ്മൾ അവിടുന്ന് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ ഗൊണ്ടോലയിൽ കയറി തിരിച്ചു വരികയാണ്. ഇനി ആദ്യത്തെ സ്റ്റേഷനിൽ ഇറങ്ങണം. അവിടെയാണ് നമ്മുടെ ആക്ടിവിറ്റീസ് ഉള്ളത്. ഇവിടെ നമുക്ക് പല പല ആക്ടിവിറ്റീസ് ഉണ്ട്. എല്ലാ ആക്ടിവിറ്റീസിനും ടിക്കറ്റ് എടുക്കണം. നമ്മൾ ആകെ ഒരു ആക്ടിവിറ്റിക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഒന്നാമത് ക്ലൈമറ്റിൻ്റെ അവസ്ഥ ഇതാണെന്ന് നമുക്ക് വരുമ്പോഴേ അറിയാമായിരുന്നു. ഫ്ലയർ, ഗ്ലൈഡർ, മൗണ്ടെയിൻ കാട്ട്, ട്രോട്ടി ബൈക്ക് അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെയാണുള്ളത്. സത്യം പറഞ്ഞാൽ മൗണ്ടെയിൻ കാട്ട് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒന്നായിരുന്നു. പക്ഷേ ഈ മഴയത്ത് അത് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലൈഡറിൽ പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇതിൻ്റെ വീഡിയോസ് ഒരുപാട് കണ്ടിട്ടുണ്ടാവും. 4 പേര് ഒന്നിച്ചാണ് പോവുക. ഒരു വലിയൊരു ഈഗിൾ പോലത്തെ ഒരു സംഭവം. അതിൽ നമ്മളിങ്ങനെ തൂങ്ങിക്കിടക്കുക. എല്ലാം പെർഫെക്റ്റ് അല്ലേ എന്നൊക്കെ അവർ ചെക്ക് ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ താഴേക്ക് വീണു പോകാനൊന്നും പാടില്ലല്ലോ. അവിടെ നിൽക്കുന്ന ഒരാളോട് നമ്മുടെ വീഡിയോസ് എടുത്തു തരാൻ പറഞ്ഞതാണ്. സംഭവം നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതാ കാണുന്ന അത്രയും ദൂരം വരെ പോയിട്ട് ഇത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. പിന്നെ ഇതുവരെ നമ്മൾ അനുഭവിച്ച തണുപ്പ് ഒന്നുമല്ല തണുപ്പ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ളൊരു റൈഡ് തന്നെയായിരുന്നു. നല്ല
എക്സ്ട്രീം കോൾഡായിരുന്നു. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ആ സമയമായപ്പോഴേക്കും നമ്മുടെ കോടമഞ്ഞൊക്കെ പോയതുകൊണ്ട് വ്യൂ നമുക്ക് നല്ല ക്ലിയർ ആയിരുന്നു. എന്തായാലും അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ തിരിച്ച് താഴേക്ക് വരികയാണ്. അങ്ങനെ നമ്മൾ താഴെ എത്തി. അപ്പോഴേക്കും ഏകദേശം 3:30 ആയിട്ടുണ്ട്. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ എത്തി നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. മൊത്തത്തിൽ തണുപ്പൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല. നമ്മൾ നേരെ ഹോസ്റ്റലിൽ പോയി നമ്മുടെ ലഗേജൊക്കെ എടുത്ത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് വെയിറ്റ് ചെയ്യണം നമ്മുടെ ട്രെയിൻ വരാൻ. ഇന്നത്തോടുകൂടി നമ്മൾ സ്വിറ്റ്സർലാൻഡിനോട് വിട പറയുകയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൺട്രിയാണ് സ്വിറ്റ്സർലാൻഡ്. മൊത്തം കണ്ടു തീർക്കാൻ ഇത്ര ദിവസമൊന്നും പോരാ. നമ്മൾ ഈ 3-4 ദിവസം കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് ഇത്രയും ദിവസമുള്ളൂ നമ്മുടെ കയ്യിൽ. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ആംസ്റ്റർഡാമിലേക്കാണ്. അവിടുത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോസിലൂടെ വീണ്ടും കാണാം. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.